ഹലോ കൂട്ടുകാരെ, ഇന്നത്തെ എപ്പിസോഡിൽ അലീനയും പൗലോസും തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണ്. അതായത് രാവിലെ പൗലോസ് ബ്രേക്ക്ഫാസ്റ്റിനുള്ള ഐറ്റംസൊക്കെ പാകം ചെയ്യാണ്. അപ്പോൾ അടുക്കളയിൽ അലീന വന്ന് നോക്കുകയാണ്. അപ്പോൾ അടുക്കളയിൽ പച്ചക്കറികളും പലവ്യഞ്ജനങ്ങളൊക്കെ ദുരുപയോഗപ്പെടുത്തുന്നത് കണ്ടപ്പോൾ അവൾക്ക് ഭയങ്കര ദേഷ്യം വന്നു. അങ്ങനെ പച്ചക്കറികളും പഴങ്ങളും മത്സ്യവും മാംസവും എല്ലാം ആവശ്യത്തിൽ അധികമാണ് വാങ്ങിക്കൂട്ടിയിരുന്നത്. മിച്ചം വരുന്ന പച്ചക്കറിയും സാധനങ്ങളും അതൊക്കെ വാടി കേട് വന്ന് പിന്നെ ആകെ നാശമായി പോകും. പിന്നെ തക്കാളിയിലോ വഴുതനങ്ങയിലോ ബീൻസിലോ അങ്ങനെ എന്തെങ്കിലും ഒരു ചെറിയ കേട് കണ്ടാൽ തന്നെ അതങ്ങനെ വേസ്റ്റ് ബാസ്ക്കറ്റിലേക്ക് തള്ളുകയാണ്. ഒരു പുള്ളിക്കുത്തോ അല്ലെങ്കിൽ ഒരു നിറവ്യത്യാസം അത് മാത്രമേ ഉണ്ടാവുള്ളൂ. ആ ഭാഗം അല്പം ഒന്ന് മാറ്റി കളഞ്ഞ് ഉപയോഗിക്കലോ അങ്ങനത്തെ ഒരു കാര്യം അവിടെ ഇല്ല. അങ്ങനെ 3-4 ദിവസമായി അലീന ഇത് പലതും കാണുന്നുണ്ട്. അപ്പോൾ ഈ 400-500 രൂപ കൊടുത്ത് വാങ്ങുന്ന മീനുകളൊക്കെ പൗലോസ് ഒരു ശ്രദ്ധയില്ലാണ്ടാണ് കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ അതും അലീനയ്ക്ക് ഇഷ്ടപ്പെട്ടിരുന്നില്ല. അങ്ങനെ ഇപ്പോൾ ഒരു വലിയ മരത്തടിയിലേക്ക് ഒരു വലിയ മീൻ എടുത്തു വയ്ക്കും. എന്നിട്ട് വെട്ടുകത്തി കൊണ്ട് പൗലോസിൻ്റെ ഒരു മനോധർമ്മം അനുസരിച്ചിട്ട് ഒരു വെട്ടും. വാലിൻ്റെയും ചിറകിൻ്റെയും തലയുടെയും ഒക്കെ ഭാഗത്തുള്ള നല്ല നല്ല ഭാഗങ്ങളൊക്കെ വേസ്റ്റാക്കി കളയും. അപ്പോൾ പൗലോസ് ചിക്കൻ കഷ്ണമാക്കുമ്പോഴും ഇതുപോലെ തന്നെയായിരുന്നു. അതുപോലെ പാകം ചെയ്തിട്ട് മിച്ചം വരുന്ന ഭക്ഷണ സാധനങ്ങളൊക്കെ നേരെ കമ്പോസ്റ്റ് ആക്കും. അപ്പോൾ അലീന ചോദിച്ചു, അല്ല ഇതെന്തിനാണ് ഇങ്ങനെ നശിപ്പിച്ച് കളയുന്നത്, ഇതൊക്കെ എടുത്ത് ഫ്രിഡ്ജിൽ വെച്ചുകൂടെ? അപ്പോൾ പൗലോസ് ചോദിക്കും, എന്നിട്ട് ആര് കഴിക്കാനാ, മുതലാളിക്ക് ഫ്രിഡ്ജിൽ വെച്ചൊന്നും ഇഷ്ടമല്ല. അപ്പോൾ ഇവിടുത്തെ നായ്ക്കൾക്ക് കൊടുത്തൂടെ? ഓ, അവറ്റകൾക്കുള്ള ഐറ്റം വേറെയാണ്. അപ്പോൾ അലീന ചോദിക്കും, എന്നാൽ ഇവിടുത്തെ ജോലിക്കാർക്ക് കഴിക്കാമല്ലോ? ഓ, അതൊക്കെ ഞങ്ങൾ ചൂടാക്കി എടുക്കണം, മെനക്കെടാ കൊച്ചേ, അല്ലെങ്കിൽ തന്നെ ആവശ്യത്തിൽ കൂടുതൽ പണിയുണ്ട് ഇവിടെ. അപ്പോൾ അലീന ചോദിക്കും, അല്ല പപ്പയ്ക്കും 3-4 ജോലിക്കാർക്കും വെച്ച് വിളമ്പുന്നതാണോ ഇത്ര വലിയ ജോലി? പിന്നെ ക്ലീൻ ചെയ്യാനും തുടയ്ക്കാനും പട്ടികളെ നോക്കാനൊക്കെ വെവ്വേറെ ആൾക്കാരുണ്ടല്ലോ. അപ്പോൾ അത് പൗലോസിന് അത്ര ഇഷ്ടപ്പെട്ടില്ല. പൗലോസ് അലീനയെ ഒന്ന് ദേഷ്യത്തിൽ നോക്കും. എന്നിട്ട് ചോദിക്കും, എന്തിനാ കൊച്ചെ വേണ്ടാത്ത കാര്യത്തിലൊക്കെ തലയിടുന്നത്? ഇവിടെ ഇതൊക്കെ വർഷങ്ങളായിട്ട് ഇങ്ങനെ തന്നെയാണ്. മുതലാളിക്ക് പരാതിയൊന്നും ഇല്ലാത്തതുകൊണ്ട് അത് കുഴപ്പമില്ലല്ലോ, പരാതി ഉണ്ടെങ്കിൽ അത് നോക്കിയാൽ പോരെ. അപ്പോൾ ആ പറഞ്ഞ രീതി അലീനയ്ക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. അലീന പറഞ്ഞു, അത് പോരല്ലോ, ഭക്ഷണം കിട്ടാതെ ലോകത്ത് എത്രയോ കുഞ്ഞുങ്ങൾ വിശന്ന് മരിക്കുന്നു. എത്രയോ അനാഥാലയങ്ങളിൽ വൃദ്ധരും കുഞ്ഞുങ്ങളും ആഹാരം വേണ്ടത്ര കിട്ടാതെ വിഷമിക്കുന്നു. ആ പൗലോസ് ചേട്ടൻ ഇവിടെ മീനിൻ്റെയും കോഴിയുടെ തലയും വാലും ചിറകുമൊക്കെ മുറിച്ച് കഴിയുമ്പോൾ അതിൻ്റെ പകുതിയും കമ്പോസ്റ്റ് കുഴിയിൽ. ഈ കിടക്കുന്ന വാടിയ ഉരുളക്കിഴങ്ങും ഉള്ളിയും സവോളയും വെണ്ടയ്ക്കയും പാവയ്ക്കും ഒക്കെ പൗലോസ് ചേട്ടൻ ഉപയോഗിക്കുമോ? ഇല്ലല്ലോ. ഇത് ഉപയോഗിക്കാനായിരുന്നെങ്കിൽ വേറെ വാങ്ങിക്കാമായിരുന്നല്ലോ. ഇങ്ങനെ കിലോ കണക്കിന് കളയാൻ എങ്ങനെ തോന്നുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അലീന ചോദിക്കുകയാണ്. പിന്നെ പൗലോസേട്ടൻ്റെ വീട്ടിലാണെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്യോ എന്നൊക്കെ ചോദിച്ച് അലീന നന്നായി ചോദ്യം ചെയ്യണം. അപ്പോൾ പൗലോസ് ദേഷ്യം പിടിച്ചിട്ട് പറയും, എന്നെ പഠിപ്പിക്കാൻ വരല്ലേ കുഞ്ഞ്, ഞാൻ ഈ പണി തുടങ്ങിയിട്ട് കാലം കുറേയായി. അപ്പോൾ അലീന പറയും, ഞാൻ ഈ വീട്ടിൽ തുടർന്ന് താമസിക്കുന്നുണ്ടെങ്കിൽ പൗലോസ് ചേട്ടൻ ചില കാര്യങ്ങൾ നിർബന്ധമായും പഠിച്ചേ പറ്റൂ. ഇങ്ങനെ ദൂർത്തടിക്കാൻ എന്തായാലും ഞാൻ സമ്മതിക്കില്ല. അപ്പോൾ ഇതൊക്കെ കേട്ടിട്ട് ഔതക്കുട്ടിച്ചായൻ അങ്ങോട്ട് വരികയാണ്. ഔതക്കുട്ടിച്ചായൻ ചോദിക്കുക, എന്താ മോളെ ഇവിടെ ഒരു വാക്ക് തർക്കം? അതൊന്നുമില്ല വല്യപ്പച്ച, ഇവിടുത്തെ ആഹാര സാധനങ്ങളൊക്കെ ഒരുപാട് വേസ്റ്റാക്കി കളയുന്നു എന്ന് പറയും. അപ്പോൾ ഔതക്കുട്ടിച്ചായൻ പറയും, മോളിതിലൊന്നും ഇടപെടണ്ട, നിനക്ക് നിൻ്റെ കാര്യം നോക്കിയാൽ പോരെ. അപ്പോൾ അലീന ഔതക്കുട്ടിച്ചായൻ്റെ അടുത്തേക്ക് നേർക്ക് തിരിഞ്ഞു. എന്നിട്ട് പറയും, ഭക്ഷണം വെറുതെ കളയുന്നത് എവിടെ കണ്ടാലും ഞാൻ ഇടപെടും വലിയപ്പച്ച. അതിപ്പോൾ പൗലോസ് ചേട്ടൻ്റെ മുതലാളി വേണ്ടെന്ന് പറഞ്ഞാൽ പോലും ഞാൻ എതിർക്കും. കാരണം എനിക്ക് ഭക്ഷണത്തിൻ്റെ വിലയറിയാം. ആരെങ്കിലും ഭക്ഷണം തരുന്നതും കാത്ത് അനാഥാലയത്തിൻ്റെ വരാന്തയിൽ എത്രയോ വർഷം വിശന്നിരുന്നിട്ടുണ്ട് ഞാൻ. അന്നം ദൈവമാണെന്ന് ഞങ്ങളുടെ മമ്മി ഞങ്ങളെ പഠിപ്പിച്ചത്. അപ്പോൾ അത് കേട്ടപ്പോൾ ഔതക്കുട്ടിച്ചായൻ ആകെ വല്ലാതെ. അപ്പോൾ അനാഥാലയം എന്നൊക്കെ പറയുമ്പോൾ ഔതക്കുട്ടിച്ചായൻ ഒരു വിഷമാണ്. അപ്പോൾ ഔതക്കുട്ടിച്ചായൻ പറയും, പൗലോസെ നീ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ശ്രദ്ധിച്ചേക്കണം, നോക്കിയും കണ്ടിട്ട് തന്നെ ചെയ്തേക്ക്. അപ്പോൾ പൗലോസ് അതിങ്ങനെ കേൾക്കാത്ത മട്ടിൽ നിൽക്കും. അപ്പോൾ ഔതക്കുട്ടിച്ചായൻ പറയും, മോൾ ഇങ്ങോട്ട് വന്ന് ഞാൻ ഒരു കാര്യം പറയട്ടെ എന്ന് പറഞ്ഞ് അലീനേനെ നയത്തിൽ കൊണ്ടുപോയി. എന്നിട്ട് ഇങ്ങനെ ചോദിക്കും, മോൾ എന്തിനാ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ അനാഥാലയത്തിൻ്റെ കാര്യം പറയണത് എന്ന്. അപ്പോൾ ഇന്നലെ നീ ഇതുപോലെ എന്തോ പറഞ്ഞല്ലോ, അനാഥാലയത്തിൽ ജീവിച്ചതൊക്കെ, അതൊക്കെ മറ്റുള്ളവർ കേൾക്കെ പറഞ്ഞ് നമുക്കല്ലേ അതിൻ്റെ മോശം. ഈ അനാഥാലയത്തിൻ്റെ കാര്യമൊക്കെ നീ ഇങ്ങ് വിട്ടേരുന്നു. അപ്പോൾ അലീന അങ്ങനെ മെല്ലെ ഔതക്കുട്ടിച്ചായൻ്റെ മുഖത്ത് നോക്കിയിട്ട് പറയും, അനാഥാലയങ്ങളുടെ കാര്യം മറന്നാൽ പിന്നെ ഞാനില്ല വല്യപ്പച്ച. കൈക്കുഞ്ഞായിരുന്നപ്പോൾ മുതൽ 23 വർഷം ഞാൻ ജീവിച്ചിരുന്ന വീടായത്. അതാണ് എൻ്റെ സ്വന്തം തറവാട്. അതിൻ്റെ മുറ്റത്തോ ഞാൻ പിച്ച വെച്ചത്. അപ്പനെയും കൂടപ്പറപ്പുകളെയും വല്യപ്പച്ചന്മാരെയും വല്യപ്പച്ചിമാരെയും എല്ലാം എനിക്ക് തന്നത് എൻ്റെ അനാഥാലയമാണ്. അത് മറന്നിട്ടൊരു ജീവിതം എനിക്ക് വേണ്ട. അഗതി മന്ദിരത്തിൽ ജീവിച്ച ഒരാളാണെന്ന് ഞാൻ എവിടെയും പറയും, അതിലെനിക്കൊരു കുറച്ചിലുമില്ല. അപ്പോൾ ഔതക്കുട്ടിച്ചായന് ആ പറഞ്ഞ മറുപടിയിൽ ഇത്തിരി ക്ഷീണം തോന്നി. കാരണം എത്രയായാലും ഒരു അഭിമാനക്ഷത ഉണ്ടല്ലോ. അപ്പോൾ ഔതക്കുട്ടിച്ചായന് ഒരു കാര്യം മനസ്സിലായി എന്തായാലും, അവളിങ്ങനെ ചെറിയ കാര്യങ്ങൾക്കൊന്നും ഒരു വീഴില്ല. എല്ലാറ്റിനും ഒരു വ്യക്തമായ നിലപാടുണ്ട്.
സ്വന്തമായിട്ടുള്ള കാഴ്ചപ്പാടുകളുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയുണ്ട്. അതുകൊണ്ട് അവളെ അങ്ങനെ പെട്ടെന്ന് അവളെ പറഞ്ഞ് ജയിക്കലൊന്നും ഇടയ്ക്ക് ഇതാവില്ല. അപ്പോൾ ഇതേ സമയം തന്നെ നമ്മുടെ പട്ടികളെയൊക്കെ നോക്കുന്ന പൗലോസ് രാജപ്പനും ബൈജുവും ഒക്കെ കൂടി സംസാരിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ അതിൽ രാജപ്പൻ പറയുകയാണ്, ഈ പെണ്ണ് നമുക്ക് പാരയാവുന്ന തോന്നുന്നത്. അപ്പം പൗലോസ് പറയും, ശരി തന്നെയാണ്, ഇനിയിപ്പോൾ നമ്മൾ എന്താ ചെയ്യുക, കാരണം ഇത് കുറച്ചും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇവൾ പാരയാകും, ഉറപ്പാണത്. അപ്പോൾ രാജപ്പൻ പറയാണ്, അല്ല വല്ല പോക്ക് കേസാണെന്ന് വെച്ചെങ്കിൽ മുതലാളിയുടെ അപ്പച്ചൻ വന്നപ്പോൾ ഇവിടെ നിന്ന് ഓടിക്കുമായിരുന്നല്ലോ, ഇത് വേറെ എന്തോ കേസാണ്, മുതലാളിയുടെ അപ്പച്ചനും മോളെ എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ പൗലോസ് ചേട്ടൻ എന്തായാലും അവർ പറയുകയാണ്, ഈ കേസ് വെറുതെ വിടരുതിട്ടാ, നമ്മൾ ആദ്യം ഒരു പരാതി കൊടുക്കുന്നത് നല്ലത്, എന്നാലേ നമുക്കൊരു ബലം ഉണ്ടാവുള്ളൂ. അപ്പോൾ രാജപ്പൻ പറയും, അത് ശരി തന്നെ, സാറിൻ്റെ അടുത്ത് ആദ്യം പറയുകയാണ് നല്ലത്. അങ്ങനെ സ്റ്റാൻലി മോർണിംഗ് വാക്കിനൊക്കെ പോയി തിരിച്ചെത്തിയപ്പോൾ പൗലോസ് ചേട്ടൻ മെല്ലെ വന്നിട്ട് പറഞ്ഞു, എനിക്കൊരു കാര്യം പറയാനുണ്ട് സാബ്. അപ്പോൾ പൗലോസ് ചോദിക്കും, പറഞ്ഞോ. അല്ല, ഞാൻ എത്ര വർഷമായിട്ട് ഇവിടുത്തെ കുക്ക്, ആരും ഇന്നേ വരെ എൻ്റെ മുഖത്ത് നോക്കി മോശമായിട്ടൊന്നും പറഞ്ഞിട്ടില്ല, മുതലാളി പോലും ഒരു കുറ്റം പറഞ്ഞ് കേട്ടിട്ടില്ല. അപ്പോൾ മറ്റേ സ്റ്റാൻലി പറയും, നീ എന്താ കാര്യം എന്ന് വെച്ചാൽ പറയും. അല്ല, ആ പെങ്കൊച്ച എന്നെ ഭരിക്കാൻ വന്നു, ഞാനിവിടെ ജോലിക്ക് നിൽക്കുന്നത് ഇഷ്ടമല്ലെങ്കിൽ സാബ് ഒരൊറ്റ വാക്ക് പറഞ്ഞാൽ മതി, ഞാൻ പൊക്കോളാം എന്ന്. അപ്പോൾ സ്റ്റാൻലി ചോദിക്കും, നീ അലീനയുടെ കാര്യമാണോ പറയുന്നത്? ഓ അതെ. എന്താ, അവളെന്താ ചെയ്തത്? അപ്പോൾ പൗലോസ് പറയാണ്, അല്ല സാബിനെ അറിയാമല്ലോ, കേടായ പച്ചക്കറികളൊന്നും നമ്മളിവിടെ എടുക്കാറില്ല, പുഴുവരിച്ചതും അതുപോലെ പഴകിയ സാധനങ്ങളൊന്നും നമ്മളിവിടെ എടുക്കാറില്ല. അപ്പോൾ അതൊക്കെ കണ്ടപ്പോൾ ആ കൊച്ചെൻ്റെ നേർക്കൊരു ചാട്ടം, മീനിൻ്റെ തല കളയാൻ പാടില്ല, വാല് കളയാൻ പാടില്ല, മുള്ള് കളയാൻ പാടില്ല, അങ്ങനെ കോഴിയുടെ കാല് കളയാൻ പാടില്ല, അങ്ങനെ കുറേ നിയമങ്ങളാണ്. ആ കൊച്ചു അനാഥാലയത്തിലോ മറ്റു ജീവിച്ച കാലത്ത് അവിടെ ഇതൊന്നും കളയാറുണ്ടായിരുന്നില്ല അത്രേ. അവിടെയൊക്കെ അത് പറ്റും, അവിടെ ഇങ്ങനെ ഒക്കെ പറ്റും, അതുപോലെ ഇവിടെ നടക്കും. അപ്പോൾ സ്റ്റാൻലിക്ക് എന്തോ അത് കേട്ടപ്പോൾ കുറച്ച് നാണക്കേട് തോന്നി. അപ്പോൾ പിന്നെ പറയാണ്, അല്ല അതുപോലെ തന്നെ ആഹാരം വല്ലതും മിച്ചം വെച്ചാൽ ഇവിടുത്തെ ജോലിക്കാരോട് കഴിച്ചോളാനാണ് പറഞ്ഞത്. അപ്പോൾ അതൊക്കെ ഞാനിവിടെ വന്നതിന് ശേഷം ആദ്യമായിട്ടാണ് കേൾക്കുന്നത്, അതുകൊണ്ട് പറഞ്ഞതാ എന്ന് പറയും. അപ്പോൾ സ്റ്റാൻലി പറയും, നീ പൊക്കോ പൗലോസ്, ഞാൻ വേണ്ട ചെയ്തോളാം എന്ന് പറഞ്ഞിട്ട് സ്റ്റാൻലി അവനെ പറഞ്ഞയക്കണം. അങ്ങനെ പൗലോസ് പോയി. അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി ഇരുന്നപ്പോൾ സ്റ്റാൻലി അലീനോട് ചോദിച്ചു, നീ ഇന്നിപ്പോൾ അടുക്കളയിൽ കയറിയിട്ട് പൗലോസിനോട് വഴക്കുണ്ടാക്കിയോ എന്ന്. അപ്പോൾ അലീന പറഞ്ഞു, വഴക്കൊന്നും ഉണ്ടാക്കിയില്ല, ആഹാര സാധനങ്ങൾ വെറുതെ കളയരുതെന്ന് പറഞ്ഞു, അത്രയേ ഉള്ളൂ. അപ്പോൾ സ്റ്റാൻലി പറയാണ്, നീ എന്തിനാ ഇവിടുത്തെ ജോലിക്കാരൊക്കെ ഇട്ട് തർക്കത്തിന് പോണത്, നമുക്ക് ഒരു അന്തസ്സുണ്ട്, അവരെന്ത് വേണമെങ്കിൽ ചെയ്തോട്ടെ, നീ ആ ഭാഗത്തേക്ക് തന്നെ നോക്കാനേ പോകണ്ടാന്ന്. അത് കേട്ടപ്പോൾ അലീനയ്ക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. അലീന പറയും, ഭക്ഷണം വെറുതെ പാഴാക്കി കളയുന്നത് കണ്ടപ്പോൾ ഞാനത് ചോദിച്ചു, അത് ഞാൻ ഇനിയും ചോദിക്കും, അതിനെന്താ കുഴപ്പം എന്ന്. പക്ഷേ അത് ആ പറച്ചിലൊന്നും നമ്മുടെ സ്റ്റാൻലിക്ക് ഒട്ടും ഇഷ്ടമായില്ല. അത് കഴിഞ്ഞതിന് ശേഷം അലീനയും സ്റ്റാൻലിയും കൂടി ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കും. പക്ഷേ അവർ തമ്മിൽ അങ്ങനെ ഒരു ഡിസ്കഷനൊന്നും ഉണ്ടാവില്ല. അപ്പോൾ പൗലോസ് ഇതെല്ലാം ഒളിച്ച് നിന്ന് കേൾക്കുന്നുണ്ട്. പൗലോസിന് സംതൃപ്തിയായി. പിന്നെ അലീന അന്നത്തെ ദിവസം അടുക്കളയിലേക്കൊന്നും പോയെന്നില്ല. പിറ്റേ ദിവസം രാവിലെ അവൾ അടുക്കളയെത്തി. അങ്ങനെ മാർക്കറ്റിൽ പോയിട്ട് ആൻ്റപ്പനും ബൈജും കൂടിയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട്. ചിക്കനും മീറ്റും മീനും അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട്. അങ്ങനെ അടുക്കളയിൽ വന്നിട്ട് അലീന പറയാണ്, പൗലോസായിട്ട് ആ മീൻ വെട്ടുമ്പോൾ സൂക്ഷിച്ച് വെട്ടണം കേട്ടാണ്. അപ്പോൾ അത് പൗലോസിന് ഇഷ്ടപ്പെട്ടില്ല. പൗലോസ് ബൈജുവിൻ്റെ മുഖത്ത് നോക്കിയിട്ട് പറയും, ബൈജു നീ ഒരു സ്കെയിൽ എടുത്തു വാ, ഞാൻ ആ സ്കെയിൽ വെച്ച് അളന്ന് നോക്കിയിട്ട് മുറിച്ചൊക്കെ വെക്കാം, പിന്നെ അതിൻ്റെ ബാക്കി താലയും വാലയൊക്കെ എടുത്തിട്ട് അനാഥ കുട്ടികൾക്ക് സൂപ്പ് വെച്ച് കൊടുക്കാനുള്ളതാണ്. അങ്ങനെ അലീന ഇങ്ങനെ നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ നെയ്മീനാണ് വാങ്ങിക്കൊണ്ടുവന്നുള്ളത്. അത്യാവശ്യം ഒരു വലുതാണ്, ഒരു 3-3.5 കിലോ ഒക്കെ തോന്നും. അപ്പോൾ പൗലോസ് എന്ത് ചെയ്തു എന്ന് വെച്ചാൽ അലീനയുടെ മുന്നിൽ വെച്ചിട്ട് തന്നെ വെട്ടണം എന്ന് തോന്നി. അങ്ങനെ അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ടാണ് സാധാരണ പൗലോസ് മീൻ വയ്ക്കുക. പക്ഷേ പൗലോസ് എന്ത് ചെയ്തു, ഇവളിങ്ങനെ പറഞ്ഞ കാരണം അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്ന പണി അവിടെ ഇട്ടിട്ട് പൗലോസ് വന്നിട്ട് മീൻ പിടിച്ചു, എന്നിട്ട് മുട്ടി കൊണ്ടുവച്ചു. എന്നിട്ട് അലീനയ്ക്ക് കാണാൻ പറ്റുന്ന പാകത്തിൽ മീനിൻ്റെ വാൽഭാഗത്ത് വലിയൊരു ഒറ്റ വെട്ട്. അപ്പോൾ ഈ വാലിനപ്പോൾ ഏകദേശം ഒരു വലിയ ഒരു പീസും അതിൻ്റെ കൂടെ മുറിഞ്ഞു വീണ്. അതുപോലെ തന്നെ തലയും ഇങ്ങനെ വെട്ടിയപ്പോൾ ഇതേപോലെ തന്നെ കുറേ വേസ്റ്റാക്കി. എന്നിട്ട് ഇതിൻ്റെ തലയും വാലൊക്കെ എടുത്ത് വേസ്റ്റ് ബാസ്ക്കറ്റിലിട്ടു. അപ്പോൾ വേസ്റ്റ് ബാസ്ക്കറ്റിലിട്ട അലീന പറഞ്ഞു, പൗലോസ് ഏട്ടാ ആ വേസ്റ്റ് ബാസ്ക്കറ്റിലുള്ള സാധനങ്ങളെല്ലാം ഒന്നിങ്ങോട്ട് എടുത്തു വെച്ചേന്ന്. ആ പൗലോസ് പറഞ്ഞു, എനിക്കതിന് പറ്റില്ല എന്ന്. അപ്പോൾ എനിക്ക് വേറെ പണിയുണ്ടെന്ന്. അപ്പോൾ അലീന പറഞ്ഞു, ആ പണി കഴിഞ്ഞിട്ട് മതി, ബാക്കി ജോലികളൊക്കെ അത് കഴിഞ്ഞിട്ട് തന്നെ ചെയ്താൽ മതി, അതുകൊണ്ട് ഇത് എടുത്തു വെക്കുന്നു. അങ്ങനെ
അപ്പോൾ അവൻ പറഞ്ഞു എനിക്ക് നേരമില്ല കുഞ്ഞ്. അപ്പോൾ അലീന ഭയങ്കര സ്ട്രോങ് ആയിട്ട് പറഞ്ഞു അതും എടുത്ത് വെച്ചിട്ട് നിങ്ങൾ വേറെ ജോലി ചെയ്താൽ മതിയെന്ന്. അപ്പോൾ എന്താണ് ഇതൊക്കെ കേട്ടുകൊണ്ടാണ് ഔദക്കുട്ടിച്ചായൻ വരുന്നത്. അപ്പോൾ ഔദക്കുട്ടിച്ചായൻ ചോദിക്കുക എന്താ മോളെ പ്രശ്നം? അപ്പോൾ അലീന പറയണ ഒരു ചെറിയ കാര്യമുള്ളൂ വല്യപ്പച്ച, ഇവിടെ കൊടുന്ന മീനൊക്കെ വേസ്റ്റ് ആക്കിയിട്ട് അവിടെ ആ വേസ്റ്റ് ബാസ്ക്കറ്റിലുണ്ട്, അതൊന്ന് എടുത്തു വെക്കാൻ ഞാൻ ഇങ്ങോട്ട് പറഞ്ഞു എന്ന്. അപ്പോൾ സ്റ്റാൻലിയും ഈ സൗണ്ടൊക്കെ കേട്ടിട്ട് സ്റ്റാൻലിയും വരുന്നുണ്ട്. സ്റ്റാൻലി ചോദിക്കും അലീന എന്താ ഇവിടെ ഒരു വഴക്ക് എന്ന്. അപ്പോൾ അലീന പറയുകയാണ് ഒന്നുമില്ല, ഞാൻ വേസ്റ്റ് ബാസ്ക്കറ്റിലിട്ട സാധനം പെറുക്കി സ്ലാബിൽ വെക്കാൻ പറഞ്ഞു, അതനുസരിക്കാൻ പൗലോസേട്ടന് മനസ്സില്ല എന്ന് പറഞ്ഞു എന്ന്. അപ്പോൾ അത് മനസ്സില്ലെച്ചെങ്കിൽ ഇനി പൗലോസേട്ടൻ ഇവിടെയുള്ള ഒരു ജോലിയും ചെയ്യണ്ട എന്ന് പറഞ്ഞിട്ട് അലീന കട്ടായം നിൽക്കുകയാണ്. അപ്പോൾ പൗലോസാണെന്ന് ഒന്നും ചെയ്യാൻ പറ്റാതെ അങ്ങനെ സ്റ്റാൻലിയുടെ മുഖത്ത് നോക്കും. അപ്പോൾ സ്റ്റാൻലി ആകെ ഒരു അന്താളിച്ച് നിൽക്കുക, കാരണം ഇവൾ ഇങ്ങനെ കയറി പെരുമാറുമെന്ന് സ്റ്റാൻലി സ്വപ്നത്തെ പോലും വിചാരിച്ചില്ല. പിന്നെ അലീനയുടെ ഭാവവും ഒക്കെ ആകെ മാറി, അലീനയ്ക്ക് നല്ല ദേഷ്യവും വന്നിട്ടുണ്ട്. അപ്പോൾ സ്റ്റാൻലിയുടെ മുഖത്ത് നോക്കിയിട്ട് പൗലോസ് പറയും മുതലാളി പറയട്ടെ ഞാൻ ചെയ്യണോ വേണ്ടയോ എന്ന്. അങ്ങനെ എന്നിട്ട് പൗലോസ് മെല്ലെ സ്റ്റാൻലിയുടെ അടുത്തേക്ക് നീങ്ങി നിൽക്കും. അപ്പോൾ അലീന പറയും മുതലാളിയുടെ മകളാ പറയുന്നത്, അത് എടുത്തു വെക്കുക, എൻ്റെ പപ്പയുടെ പൈസ ദൂർത്തടിച്ച് കളയാൻ ഞാൻ ഒരിക്കലും സമ്മതിക്കില്ല എന്ന്. അത് കേട്ടപ്പോൾ ഔദക്കുട്ടിച്ചായൻ്റെ കാല് മുതൽ നെറുവരെ ഒരു വല്ലാത്തൊരു കോരിത്തെരിപ്പും. സ്റ്റാൻലി ആണെങ്കിൽ ആകെ വല്ലാത്തൊരു സ്തംഭിച്ച് നിൽക്കുന്നതാണ്. പപ്പയെന്ന് വിളിക്കാൻ അവൾക്ക് സമ്മതം കൊടുത്തിട്ടുണ്ടെങ്കിലും അവൾ ഇങ്ങനെ പറയുമെന്ന് സ്റ്റാൻലി സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല. അതായത് അവളവിടെ പരസ്യമായിട്ട് പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ പപ്പയുടെ മകളാണ്. അപ്പോൾ ഇത് കേട്ടിട്ട് അവിടെയുള്ള ജോലിക്കാരും ആൻ്റപ്പൻ ചേട്ടനും പൗലോസും ബൈജും ഒക്കെ സ്റ്റക്കായി നിൽക്കുകയാണ്. കൂട്ടത്തിൽ അവളൊരു കാര്യം കൂടി പറയും, ഇത് ചെയ്യാൻ പറ്റുമെങ്കിൽ മാത്രം പൗലോസ് ചേട്ടൻ ഇവിടെ നിൽക്കുക, അല്ലെങ്കിൽ ഇവിടുത്തെ ജോലി മതിയാക്കി പോവുക. ഒരു കൺഫ്യൂഷനും ഇല്ലാണ്ട് അലീന ഉറപ്പിച്ച് പറയണം. ഇത്രയുമാണ് നാളത്തെ എപ്പിസോഡ്. കൂടുതൽ നേരത്തെ മഴ തോരും മുൻപേടെ കഥ അറിയാൻ ആദ്യം നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ചെയ്യുക.